കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നാരായണ മേനോൻ കുറഞ്ഞ കാലത്തേക്കെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അതിനും അപ്പുറം തികഞ്ഞ മനുഷ്യസ്നേഹിയായ നാരായണ മേനോന്റെ വിയോഗം സാധാരണക്കാരായ പ്രവർത്തകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്ന് 11:30 കോഴിക്കോട് ടൗൺ ഹാളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാടായ തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. വിലാപയാത്രയായിട്ടായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. കേരളത്തിന്റെ നഗര വികസന മന്ത്രി ചന്ദ്രദാസ് മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അതെ, പക്ക പോലീസ് വണ്ടി. 11:30 ബോഡി ഇവിടെ എടുക്കും. ആ വണ്ടിയുടെ കൂടെ നമ്മളും ഉണ്ടാകും. അപ്പോൾ പിന്നെ ചെക്കിങ് പേടിക്കണ്ടല്ലോ. ശരിക്കാ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. इंतहा हो गई इंतजार की, आई ना कुछ खबर मेरे यार की, ये हमें है यकीन बेवफा वो नहीं फिर वजह। Are you okay? Yes, sir. Are you sure? Sir. Get ready. 6, 5, 4, 3, 2, 1. Come on. वर्कआउट नहीं पറ്റില്ലല്ലോ. कोई बात नहीं यार, वो भी संभालूंगा. Hey, everybody listen. You can change SIM cards. എന്നിട്ട് വീടുകളിൽ കാത്തിരിക്കുന്നവരെ വിളിക്കാം. Albi, you can call your girlfriends. Uwa. क्या हुआ? पुलिस.
കൂട്ടത്തിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരാളുണ്ടോന്നൊന്ന് അറിയണം. ആ താനാണല്ലോ അത്. ടാക്സി ഡ്രൈവറുടെ വേഷം കെട്ടി എൻ്റെ വീട്ടുമുറ്റം വരെ വന്നത് പിന്നീടാണ് അറിഞ്ഞത്. മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും വരത്തന്മാരും വന്ന് ക്യാമ്പ് അടിച്ചാൽ എന്തിനും ഏതിനും സഹായി ഇവനാണെന്ന് ഞങ്ങൾക്കറിയാം. നമുക്കേ ഇങ്ങനെ പോരാ. വിശദമായിട്ട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ സ്ഥലം നല്ലത് പോലീസ് സ്റ്റേഷനാണ്. മാത്യു, എല്ലാരും കൂടെ എടുത്തോ. ആ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, വനിതാ പോലീസ് ഉണ്ടോ? കുഴപ്പമില്ല, ജെൻഡർ ടെസ്റ്റ് നടത്തിയ സ്ത്രീയാന്ന് പറയേണ്ടി വരുമെങ്കിലും ഇപ്പൊ നമുക്ക് ഈ കൂടുതലും കൂട്ടാം. എന്നാ വന്നേ എല്ലാരും. What time is our flight? 11:20. So we don't have much time to play with these dumb heads. You're right. Chalo. ചന്ദ്രശേഖരാണ്. എന്നാടോ സാറൊന്ന് ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു. ഞാൻ ടൗൺ സ്റ്റേഷനിൽ നിന്നാ. ലെഫ്റ്റ് എടുക്ക്. കമ്മീഷണർ വരുന്നുണ്ട്. എന്നോട് പറഞ്ഞ കഥ വിശദമായി പുള്ളിയോടങ്ങ് പറഞ്ഞാൽ പുള്ളിക്കത് ബോധ്യപ്പെട്ടാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. Who is the zonal ADGP, sir? അതും നരേന്ദ്ര സാറാ. എന്താ പുള്ളിയെ കൂടെ വിളിക്കണം? വേണമെന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് സാറിനോട് പറഞ്ഞ തന്നെയാണ്. സാറിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ കമ്മീഷണർ ഓഫ് പോലീസിനെ വിളിച്ചത്. ഇനി അദ്ദേഹത്തിന് ADGP വിളിക്കണമെങ്കിലാകാം. ഉയരത്തിലേക്ക് പോകുന്ന ഓരോ കോളും ഞങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം രാത്രി ബോംബെ ഫ്ലൈറ്റിൽ പോകേണ്ടവരാ ഞങ്ങൾ. രാത്രി ബോംബെ ഫ്ലൈറ്റിന് പോകണോ അതോ സബ് ജയിലിലേക്ക് പോകണോ എന്നുള്ളത് കമ്മീഷണർ വന്ന് തീരുമാനിക്കും. മനസ്സിലായോ? I am Rajiv Satyamurthy from RAW. ഇതെന്റെ കൊളീഗ്സാണ്. ആൽബർട്ട് അലക്സ് ഫ്രം NIA, അമീർ അമാനുള്ള ഫ്രം മിലിറ്ററി ഇന്റലിജൻസ്, ജാക്വലിൻ ഫെർണാണ്ടസ് ഫ്രം CBI, സന്ദീപ് കുമാർ ഫ്രം റവന്യൂ ഇന്റലിജൻസ്. ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ ഒരു ടീമാക്കി കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന സത്യമാണോ എന്നറിയാൻ നിങ്ങൾക്ക് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ വിളിക്കാം, മിസ്റ്റർ നീരജ് ഖർദോക്കർ. അദ്ദേഹത്തിന് വിളിക്കോ? ഐ ക്യാൻ ഗിവ് യു ഹിസ് പേഴ്സണൽ നമ്പർ. ചന്ദ്രശേഖരൻ, ADGP ഒന്ന് വിളിച്ചോ. ഇവരെ ആ റൂമിലോട്ട്. എന്തടാ? ഞാനൊരു പോലീസ് സ്റ്റേഷനില് പിന്നെ സൈക്കിളില് ഡബിൾ ഇരുന്നിട്ട് പിടിച്ച്. ഞാന് കുറച്ച് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വരും, അപ്പൊ കാണാം. ഓ മുട്ടണം മുട്ടണം. ആ പ്ലീസ്. ADGP ഹോം സെക്രട്ടറിയും തമ്മിലൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. നിങ്ങൾ തന്ന ഹോം സെക്രട്ടറിയുടെ പേഴ്സണൽ നമ്പർ കറക്റ്റ് ആയപ്പോഴേ പകുതി പ്രശ്നങ്ങൾ തീർന്നു. എന്നാലും അവർ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. മിസ്റ്റർ വർഗീസ്. മിസ്റ്റർ വർഗീസ്, ഈ മിഷൻ കഴിയുന്നിടം വരെ കേരള പോലീസുമായിട്ട് യാതൊരുവിധ ഇന്ററാക്ഷനും പാടില്ല എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡ്ലൈൻ. പക്ഷെ അദ്ദേഹം വന്ന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ഡ്രൈവറായിട്ട് ജയന്തി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. സർ, ADGP. സർ, വർഗീസ്, ഒരു രാജീവ് സത്യമൂർത്തിയാണോ ഒരു ടീം ലീഡർ? അതെ സർ, രാജീവ് സത്യമൂർത്തി. സത്യമൂർത്തിയാ. വർഗീസ്, ഒരു ഇമ്പോർട്ടന്റ് മിഷന് വേണ്ടി സെൻട്രൽ അയച്ച ആൾക്കാരാ. അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് നിർദ്ദേശമുണ്ട്. എളുപ്പം വിട്ടേര്. സർ, സോറി ഫോർ ദ ട്രബിൾ. നൗ യു മേ ഗോ. ചന്ദ്രശേഖരൻ ഇവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അതിന് 2 വണ്ടി എസ്കോർട്ട് വിട്ടേക്കണം. ഓക്കെ. താങ്ക് യു വർഗീസ്. വെൽക്കം. ഡൽഹി വരുമ്പോ കോൾ മീ. ഓക്കെ? ഷുവർ. സോറി സാർ, ഞാൻ ഹേ കം ഓൺ, നമ്മളെല്ലാം ഗവൺമെന്റ് സർവൻസ് അല്ലേ. ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ.
എക്സ്ക്യൂസ് മീ. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ ഈ കേരളത്തിലേക്കുള്ള വരവിന്റെ പിന്നില്? എന്തോ മിഷൻ എന്നോ എന്തോ പറയുന്നത് കേട്ടു. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഐ എം സോറി. വൈകാതെ നിങ്ങൾ അറിയും, അല്ലെങ്കിൽ മീഡിയ അത് ബ്രേക്ക് ചെയ്യും. ബൈ ദെൻ.